ദേശീയ രാഷ്ട്രീയത്തെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും ഒരേപോലെ പിടിച്ചുലുക്കിയ ചരിത്രപ്രസിദ്ധവും അതുപോലെ സമാനതകളില്ലാത്തതുമായ നീറ്റ് പരീക്ഷാ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ തലസ്ഥാന നഗരിയായ ദില്ലിയിലെ ജന്തർ മന്ദറിൽ താൽക്കാലിക സമാപനമായെങ്കിലും തൊട്ടു പിന്നാലെയുള്ള സംഭവ വികാസങ്ങൾ അത്യന്തം വിസ്ഫോടനാത്മകമായ പുതിയൊരു വൻ രാഷ്ട്രീയ പോർമുഖത്തിന് വഴിമാറുകയാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാവി വെച്ചു കളിച്ച പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസികളുടെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും അങ്ങേയറ്റത്തെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ക്രോസ് ജനതാ പാർട്ടി അഥവാ CJP നടത്തിയ നീണ്ട ശക്തമായ പ്രക്ഷോഭങ്ങൾക്കെല്ലാം ഒടുവിൽ കേന്ദ്ര ഭരണകൂടത്തിന് കടുത്ത ജനരോഷത്തിന് മുന്നിൽ പൂർണ്ണമായും മുട്ടുപടക്കേണ്ടി വന്നിരിക്കുകയാണ്. രാജ്യമെമ്പാടും ആളിപ്പടർന്ന വിദ്യാർത്ഥികളുടെ കടുത്ത പ്രതിഷേധങ്ങൾക്കും അതുപോലെ ഭരണകൂടത്തിന്മേൽ രൂപപ്പെട്ട ഭീമമായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കുമെല്ലാം ഒടുവിൽ ജൂലൈ 25-ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ പദവി രാജിവെച്ചൊഴിയാൻ നിർബന്ധിതനായത് ഇന്ത്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത വലിയൊരു വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ജന്തർ മന്ദറിലെ സമരപ്പന്തലുകൾ അഴിഞ്ഞു വീഴുകയും വിദ്യാർത്ഥികൾ തെരുവിൽ നിന്ന് മടങ്ങുകയും ചെയ്തെങ്കിലും അതിലും വലിയൊരു നിയമപരവും രാഷ്ട്രീയവുമായ കനത്ത കൊടുങ്കാറ്റാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിലും അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സൈബർ ഇടങ്ങളിലും ഒരേ സമയം ആഞ്ഞടിക്കാൻ പോകുന്നത്. പ്രക്ഷോഭത്തിൻ്റെ മറവിൽ സമൂഹ മാധ്യമങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് മുതിർന്ന നേതാക്കൾക്കുമെല്ലാം എതിരെ അതിരുവിട്ട രീതിയിൽ കടുത്ത സൈബർ ആക്രമണം നടത്തിയവരെയും അപകീർത്തിപരമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടവരെയും തിരഞ്ഞുപിടിച്ച് കേസെടുക്കാൻ ഡൽഹി പോലീസ് തീരുമാനിച്ചതോടെയാണ് കാര്യങ്ങൾ തികച്ചും സംഘർഷഭരിതമായ മറ്റൊരു തലത്തിലേക്ക് മാറി മറിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ ഇത്തരം അപകീർത്തിപരവും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതുമായ പോസ്റ്റുകളും എഡിറ്റ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്ക്, എക്സ് തുടങ്ങിയ മുൻനിര സമൂഹ മാധ്യമങ്ങളായ പ്ലാറ്റ്ഫോമുകൾക്ക് ഡൽഹി പോലീസ് ഉടൻ തന്നെ കടുത്ത നിയമ നോട്ടീസ് അയക്കുകയാണ്. CJP പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്റർനെറ്റിലും വിവിധ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലും പങ്കെടുക്കപ്പെട്ട അല്ലെങ്കിൽ പങ്കുവയ്ക്കപ്പെട്ട കോടിക്കണക്കിന് ഉള്ളടക്കങ്ങളും ഡിജിറ്റൽ സന്ദേശങ്ങളും ഡൽഹി പോലീസിന്റെ പ്രത്യേക സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടീം രാപ്പകലില്ലാതെ മുഴുവൻ സമയവും ഇഴകീറി പരിശോധിച്ചു വരികയാണ്. രാജ്യത്ത് ക്രമസമാധാനം തകർക്കാൻ ലക്ഷ്യമിട്ടതോ നിയമലംഘനം നടത്തുന്നതോ ഭരണഘടനാ പദവിയിലുള്ള പ്രധാനമന്ത്രിയെയും ഭരണാധികാരികളെയും മോശമായ ഭാഷയിൽ വ്യക്തിഹത്യ ചെയ്യുന്നതോ ആയ ഉള്ളടക്കങ്ങൾ നിർമ്മിച്ചവരെയും അത് വ്യാപകമായി പ്രചരിപ്പിച്ചവരെയും പോലീസിന്റെ പ്രത്യേക സൈബർ വിംഗ് കൃത്യമായി തിരിച്ചറിഞ്ഞു വരികയാണെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിയമം കയ്യിലെടുക്കുന്ന സൈബർ പോരാളികൾക്കെതിരെ യാതൊരുവിധ ദാക്ഷിണ്യവുമില്ലാതെ കടുപ്പമേറിയ നിയമ നടപടി തന്നെ ഉണ്ടാകുമെന്ന ഔദ്യോഗിക മുന്നറിയിപ്പാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കേരളത്തിലും അതുപോലെ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ മുൻ ബിഗ് ബോസ് താരവും അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാൻമണിക്കെതിരെയും കേസുകൾ വന്നിരിക്കുകയാണ്. അവർക്കെതിരെ ഇപ്പോഴിതാ മഹിളാ മോർച്ചയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവരും നരേന്ദ്രമോദിക്കെതിരെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശമായ വാക്കുകൾ പ്രയോഗിച്ചു എന്നുള്ളതാണ് ഈ BJP-ക്കാർ പറയുന്ന പരാതി എന്നുള്ളത്. ആദ്യം അവർ പറഞ്ഞ ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. നരേന്ദ്രമോദിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡിയായിട്ട് തോന്നി. അച്ഛൻ എന്നെ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടൻ കാണിക്കണം എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവന്റെ ഫ്രണ്ട്. രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. ഈ കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. ജാൻമണിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് കേരളത്തിലും കേസ് വന്നിരിക്കുന്നത്. ജന്തർ മന്ദറിൽ തുടർന്ന ശക്തമായ പ്രക്ഷോഭത്തിനിടെ സമാനമായ പരാമർശം ചെയ്ത വിദ്യാർത്ഥികളെ അതിരൂക്ഷമായി അടിച്ചമർത്താൻ പോലീസ് നടത്തിയ ലാത്തിചാർജും നേതാക്കളെ തെരുവിലൂടെ വലിച്ചിഴിച്ച് കസ്റ്റഡിയിലെടുത്ത നടപടികളും വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സമരരംഗത്തുണ്ടായ ഇത്തരം നീചമായ പോലീസ് നടപടികളാണ് സർക്കാരിനും പ്രധാനമന്ത്രിക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത ഭാഷയിലുള്ള ജനരോഷവും അമർഷവും ഉയരാൻ പ്രധാന കാരണമായത്. ഒടുവിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ഒരു കാരണവശാലും കേസെടുക്കില്ലെന്നും നിലവിൽ ചുമത്തിയ കേസുകൾ പിൻവലിക്കുമെന്നുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഉറപ്പിന്മേലാണ് CJP തങ്ങളുടെ സമരം താൽക്കാലികമായി പിൻവലിക്കാൻ തയ്യാറായത്. എന്നാൽ ഈ ഇളവുകളും ആനുകൂല്യങ്ങളും സൈബർ ഇടങ്ങളിൽ പ്രധാനമന്ത്രിയും മറ്റ് നേതാക്കളെയും അധിക്ഷേപിച്ച സൈബർ പോരാളികൾക്ക് ലഭിക്കില്ലെന്ന കടുത്ത സൂചനയാണ് പോലീസ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമായി നൽകുന്നത്. ഇതിനിടയിലാണ് ഈ വിഷയത്തിൽ അത്യന്തം നിർണായകവും അതുപോലെ സ്ഫോടനാത്മകമായ പുതിയ വെളിപ്പെടുത്തലുകളും പ്രതിസന്ധികളും പുറത്തു വരുന്നത്. സർക്കാരിനെതിരെ ഇപ്പോഴോ ഭാവിയിലോ യാതൊരുവിധ ശിക്ഷാ നടപടികളോ പ്രതികാര നടപടികളോ ഉണ്ടാകില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പിൽ നിന്നാണ് സമരം പിൻവലിച്ചെങ്കിലും, അതായത് സമരക്കാർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്ന ഉറപ്പിന്റെ പുറത്താണ്
സമരം പിൻവലിച്ചതെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഭരണകൂടവും പോലീസും ചേർന്ന് അതിക്രൂരമായ വേട്ടയാടൽ തുടരുകയാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെ പ്രാദേശിക ഭരണകൂടങ്ങളും അന്വേഷണ ഏജൻസികളും പ്രതികാര ബുദ്ധിയോടെ നിയമ നടപടി തുടരുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന് CJP പരസ്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾക്കും മറ്റു പ്രതിഷേധക്കാർക്കും സംസ്ഥാന ഏജൻസികളാൽ പ്രത്യേകമായി ലക്ഷ്യമിടുകയോ തടങ്കലിൽ വെക്കപ്പെടുകയോ അതിക്രൂരമായി അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നതായി നിരവധി റിപ്പോർട്ടുകൾ തങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുന്നുണ്ടെന്നും ഇത് അത്യന്തം ആശങ്കയുണ്ടാക്കുന്നതും ഗുരുതരവുമായ കാര്യമാണെന്നും CJP വക്താവ് സൗരവ് ദാസ് വെളിപ്പെടുത്തുകയുണ്ടായി. പ്രതിഷേധക്കാർക്കെതിരെ യാതൊരുവിധ ശിക്ഷാ നടപടികളും സ്വീകരിക്കില്ലെന്ന് കേന്ദ്ര ഭരണകൂടം നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP തങ്ങളുടെ രാജ്യവ്യാപക പ്രതിഷേധം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. എന്നാൽ BJP ഭരണത്തിലുള്ള അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുമൊക്കെ പുറത്തു വരുന്ന വാർത്തകൾ കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെ പരസ്യമായ ലംഘനമാണെന്നും ഇത് അങ്ങേയറ്റം അപകടകരമായ സവിശേഷതയാണെന്നും അല്ലെങ്കിൽ അവസ്ഥയാണെന്നാണ് CJPയുടെ വക്താക്കൾ പറഞ്ഞു വെക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ തടങ്കലിൽ വച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെയും യുവാക്കളെയും അടിയന്തര മോചനം ഉറപ്പാക്കുന്നതിനും അവർക്കാവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ലഭ്യമാക്കുന്നതിനുമായി തങ്ങളുടെ ലീഗൽ ടീം പ്രസ്തുത സംസ്ഥാനങ്ങളിലെ പ്രമുഖരും മിടുക്കരുമായ അഭിഭാഷകരുമായി ഇതിനകം തന്നെ പൂർണ്ണമായി ഏകോപനം നടത്തി വരികയാണെന്നും സൗരവ് ദാസ് വ്യക്തമാക്കിയുണ്ടായി. തടവിലാക്കപ്പെട്ടവരുടെ ഉടനടിയുള്ള മോചനവും ഒരു പ്രതിഷേധക്കാരനെതിരെയും ബലപ്രയോഗമോ പ്രതികാര നടപടികളോ ഉണ്ടാകില്ലെന്നും കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ ഉറപ്പ് നൽകിയതാണ്. ഈ ഉറപ്പ് പൂർണ്ണമായും പാലിക്കാൻ കേന്ദ്രവും അതുപോലെ സംസ്ഥാന സർക്കാരുകളും അടിയന്തരമായി തയ്യാറാകണമെന്നും CJP കടുപ്പിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിട്ടുള്ള മുഴുവൻ FIRകളും അടിയന്തരമായി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണം. ജൂലൈ 28 ചൊവ്വാഴ്ചയ്ക്കകം, അതായത് ഇന്നത്തെ ദിവസത്തിനകം ഇത് സംബന്ധിച്ച് രേഖാമൂലമുള്ള ഔദ്യോഗിക ഉറപ്പ് നൽകുമെന്ന വാഗ്ദാനം സർക്കാർ പാലിച്ചേ മതിയാകൂ. തങ്ങൾ നൽകിയ വാക്ക്, അതായത് തങ്ങൾക്ക് നൽകിയിട്ടുള്ള വാക്ക് സർക്കാർ കൃത്യമായി പാലിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് രാജ്യവ്യാപകമായി നടത്തിവന്ന പ്രതിഷേധം താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കാൻ CJP തീരുമാനിച്ചത്. ആ ഉറപ്പിൽ നിന്നുള്ള ഏതുവിധ പിന്മാറ്റവും കോക്രോച്ച് ജനതാ പാർട്ടിയോടുള്ള വഞ്ചന മാത്രമല്ല, സമരത്തെക്കാൾ ഉപരി സർക്കാരുമായുള്ള ചർച്ചകൾ മുൻഗണന നൽകിയ ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കളോടുള്ള പച്ചയായ വിശ്വാസവഞ്ചന കൂടിയായിരിക്കും. വിശ്വാസവഞ്ചന അടങ്ങുന്ന ഇത്തരമൊരു നിലപാട് രാജ്യത്തെ യുവതലമുറയ്ക്ക് ഒട്ടും സ്വീകാര്യമായിരിക്കില്ലെന്നും പാർട്ടി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെറുതെ വാഗ്ദാനങ്ങൾ നൽകുന്നതിലൂടെയല്ല, മറിച്ച് നൽകിയ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പാലിക്കുന്നതിലൂടെയാണ് ഏതൊരു ഭരണകൂടത്തിനും ജനങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥ വിശ്വാസം ലഭിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ ഓർക്കുന്നത് നന്നായിരിക്കും. പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഭീഷണികളിൽ തളരരുതെന്നും തങ്ങൾ നിങ്ങളോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നുമാണ് രാജ്യത്തെ യുവ പ്രതീക്ഷകരോട് CJP ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിലെ എല്ലാ സാഹചര്യങ്ങളും തങ്ങൾ അത്യന്തം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സാഹചര്യം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്ത ബോധം സർക്കാർ കാണിക്കുമെന്നുമാണ് കരുതുന്നതെന്നും വക്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. തടവിലാക്കപ്പെട്ടവരെയും കസ്റ്റഡിയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും നാളെയോടെ പൂർണ്ണമായി മോചിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർക്കെതിരെയുള്ള എല്ലാ FIRകളും ഉടനടി പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം കടുത്ത തുടർ നടപടികളിലേക്കും അടുത്ത ഘട്ട പ്രക്ഷോഭങ്ങളിലേക്കും തങ്ങൾ കടക്കുമെന്നും അവസാന മുന്നറിയിപ്പാണ് CJP വക്താവ് സൗരവ് ദാസ് നൽകിയിരിക്കുന്നത്. ഇതോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വാങ്ങിയെടുക്കുകയും സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തുവെന്ന് കരുതിയ നീറ്റ് പരീക്ഷാ പ്രക്ഷോഭം സർക്കാരിൻ്റെ വാഗ്ദാന ലംഘനവും പോലീസിൻ്റെ തുടർച്ചയായ അറസ്റ്റുകളും സൈബർ കേസുകളുടെ പെരുമഴയും കാരണം അതിനേക്കാൾ ഭീകരമായ മറ്റൊരു വൻ ദേശീയ പ്രക്ഷോഭത്തിലേക്ക് വീണ്ടും വഴിവെക്കുകയാണെന്നുള്ള വലിയ ചോദ്യമാണ് രാജ്യം ഉയർത്തുന്നത്. ജൂലൈ 28, അതായത് ഇന്ന് രാത്രിയോടുകൂടി സർക്കാർ രേഖാമൂലം ഉറപ്പ് നൽകിയില്ലെങ്കിൽ രാജ്യം വീണ്ടും ഒരു വൻ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനും ഭരണകൂട വിരുദ്ധ അലയൊലികൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.